ഈ ഡ്രൈവർ അത്ര പരിചയസമ്പന്നനാണ് എന്ന് തോന്നുന്നില്ല. കേട്ടറിഞ്ഞിടത്തോളം ആ നമസ്കാരം. വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാൽപ്പാറ അപകടം. 9 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മൊത്തം 16 പേരുണ്ടായിരുന്നു. 16 പേരെന്ന് പറയുമ്പോൾ 15 പേര് ഈ പറയുന്ന അധ്യാപകരും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രൈവറും അടക്കം ഈ 16 പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് മങ്കട പാങ്ക് പള്ളിപ്പറമ്പ് GLPS സ്കൂളിലെ അധ്യാപകരാണ്. ഇവരൊരു വിനോദയാത്രയ്ക്ക് പോയതാണ്. മനസ്സിലായോ? ഈ പറയുന്ന വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോയത് ടീച്ചേഴ്സ് ആണ്. മൊത്തം അധ്യാപകരാണ്, കുട്ടികളാരുമില്ല. പിന്നെ ഈ അധ്യാപകരുടെ ചില ഫാമിലി ഉണ്ടായിരുന്നു, ഒരു 1-2 കുട്ടികളുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഒരു ഡ്രൈവറുടെ നില അതീവ ഗുരുതരം എന്ന് പറയുന്നത്. ഇപ്പം വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവറുടെ ഒരു പ്രായം, അതാണ് ഇപ്പം ഈ അപകടത്തിന് കാരണമായത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഈ സത്യം പറഞ്ഞ ഈ ഡ്രൈവറുടെ ഒരു 20-21 വയസ്സ്, 21-22 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ഹെയർ പിൻ ഇങ്ങനെ അല്ലെങ്കിൽ ചുരത്തിലേക്ക് പോകുമ്പോൾ ഈ ഡ്രൈവറെ സെലക്ട് ചെയ്തതിലുള്ള ഒരു പാകപ്പിഴയാണോ ഈ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. ഈ പറയുന്ന രഘു രാമൻ എന്ന് പറയുന്ന ഒരു അലവലാതി, ഒരു നായിന്റെ മോനെന്ന് നമുക്കിന്ന് പറയാൻ പറ്റുള്ളൂ. ഇവൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ മലയാളം പോലും എഴുതാൻ അറിയാത്ത ഒരു തീട്ടം. അവൻ എഴുതിക്കുന്നതിന് ഇതിന് ഹൂറിമാരെയും മധ്യ യുപിയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സ്വപ്നലോക ഇക്കാമാർ വിഭാഗമാണോ അപകടത്തിൽപ്പെട്ടത്? മുറി എണ്ടി പുറം ആയതുകൊണ്ട് ചോദിച്ച മിനി താലിബാൻ പുറം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിണിച്ച് കാണിക്കുന്ന ഒരു ഞരമ്പ് രോഗി, ഒരു എന്താ പറയുന്നത്, ഒരു മതഭ്രാന്തൻ എന്ന് തന്നെ പറയും. എന്നിട്ട് കുറെ ആൾക്കാരെ പേരെ കിട്ടി. ഞാൻ മനസ്സിലായത് ഇത് ഏറ്റവും കൂടുതൽ മരിച്ച മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അവൻ ആക്കിച്ചിരിക്കുക. യവനെ പോലുള്ളവരിനൊക്കെ കേസെടുക്കാൻ ആരുമില്ല. ഇന്നലെ ഒരുത്തൻ ഇതുപോലെ വിഷുദിനത്തിന്റെ അന്ന് മെഹ്റൻ എന്ന് പറയുന്ന വിഷു ദിനത്തിന്റെ ആശംസകൾ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന പിന്നെ ഉണ്ണിക്കണ്ണനെ അടുത്തിരുത്തിക്കൊണ്ട് ബിരിയാണി അല്ലല്ലോ മന്തി എടുത്ത് വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ വെണ്ണയും ഒക്കെ മാറി, വെണ്ണ എനിക്ക് വേണ്ട, എനിക്ക് ബിരിയാണി മതി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ട് അങ്ങനെ ഒരുത്തൻ. അപ്പൊ യുവമാർക്കൊക്കെ അവൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല, നീ അറിയാതെ നീ ഒരിടത്ത് പോസ്റ്റ് അടിക്കാൻ കൂടാതെ നിന്റെ സോഷ്യൽ മീഡിയ നീ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന കുറച്ച് പേരുണ്ട്. ഇത് എല്ലാവരും നമ്മളിവിടെ ഈ പറയുന്ന കേരളത്തിലെ എല്ലാ മതക്കാരും വളരെ പിന്നെ ഈ പറയുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഇതിനകത്ത് പിന്നീട് കുറെ പ്രശ്നക്കാരുണ്ട്. അത് എല്ലാ മതത്തിലും ഉണ്ട്. അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഈ പറയുന്ന ഈ രഘു രാമൻ എന്ന് പറയുന്ന അലവരാദികളുണ്ട്. അവന്മാർ ഇവിടെ കിടന്ന് ചൊറിയും. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ മെഹ്റൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ഹോട്ടലിലേക്ക് ഇല്ല, അവര് തന്നെ ഇങ്ങനെ ഒരു വിവരവും ഇല്ലാതൊക്കെ അടിച്ചിറക്കുന്ന ഇതൊരു ചെറിയ സ്പാർക്ക് മതി. മനസ്സിലായോ? ഒരു രാജ്യത്ത് തന്നെ അടിച്ചു പോകാൻ വേണ്ടി. നമുക്ക് ആദ്യം ഇവർ പോയ സമയത്ത് അവർ അവസാനമായിട്ട ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് അവസാനമായി ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഇരിക്കുന്നവരെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പേരും ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. വണ്ടി കണ്ടിട്ട് വണ്ടിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയ ഒരു വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നല്ലേ. വലിയ പ്രശ്നമൊന്നും അകമാണ്. ഈ വണ്ടി എത്ര കണ്ടീഷൻ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല. ഇവരാരും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അടുത്ത ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാഹനം ഓടിച്ചത് 22-കാരനായ മുഹമ്മദ് ഹാഫിസാണ്. 21-22 എന്ന് പറഞ്ഞത് 22 വയസ്സാണ്. അപ്പോൾ പല പ്രേക്ഷകരും വളരെ മുൻവിധിയോടുകൂടി 22-കാരനായ ഒരു മുഹമ്മദ് ഹാഫിസിന് വേണ്ടത്ര പരിശീലനമില്ലാത്തതുകൊണ്ട്, പരിചയമില്ലാത്തതുകൊണ്ട്, അനുഭവ സമ്പത്തില്ലാത്തത് കൊണ്ടുണ്ടായ അപകടമാണെന്ന് വിധിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച്, ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അത് പരിശോധിക്കും. ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കും, എത്ര വേഗത്തിലായിരുന്നു എന്ന് പരിശോധിക്കും. അതിനുശേഷമാണ് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഇപ്പം നമ്മൾ മുൻവിധിയോടുകൂടി വാഹനം ഓടിച്ച ഒരാളുടെ എന്തെങ്കിലും പിഴവ് കൊണ്ടുണ്ടായ അപകടമാണെന്ന് വിധിക്കരുത്. കാരണം ഈ മുഹമ്മദ് ഹാഫിസും അത്യന്തം ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ സംശയം ഉണ്ടാകാം. എന്തായാലും അറിഞ്ഞുകൊണ്ടാരും ഒരു അപകടം വരുത്തില്ല. ഒന്നുകിൽ വണ്ടിയുടെ എന്തെങ്കിലും യന്ത്ര തകരാറാണോ, ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയതാണോ, അല്ലെങ്കിൽ ഒരു അശ്രദ്ധയാണോ, ഏതെങ്കിലും വാഹനം വന്നപ്പോൾ പെട്ടെന്ന് രക്ഷയില്ലാതെ വാഹനം വെട്ടിച്ച് വീണതാണോ, അതതിൻ്റെ അന്വേഷണത്തിൽ വഴിയേ വരട്ടെ. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഒരാളുടെ
മുകളിലേക്ക് ആ കുറ്റം നമ്മളിപ്പോൾ ചുമത്തുന്നത് അപക്വമാണ് എന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനിത് ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. കാരണം നമ്മൾ മുൻവിധികൾ പാടില്ല. അവന്റെ വയസ്സ് കുറവായത് കൊണ്ട്, അല്ലെങ്കിൽ 21 22 വയസ്സായത് കൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ കുറ്റം മൊത്തം ഈ പറയുന്ന ഇപ്പം എന്തായാലും വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഡ്രൈവറുടെ തലയിൽ കൊണ്ടിടുന്നതിന് ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ 20-22 വയസ്സെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയുള്ള ഹെയർ പിന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചുരങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ച് വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ഇത്തിരി പരിചയസമ്പന്നരായ ഡ്രൈവറെ വെക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന 22 വയസ്സെന്ന് പറയുമ്പോൾ അവർക്കൊരു ആവേശം, ഒരു തുടുതുടുപ്പ്, അതായത് അവരുടെ പ്രായത്തിൻ്റെതായ ഒരു ആവേശമുണ്ട് അവർക്ക്. അപ്പോൾ ആ ആവേശം ചിലപ്പോൾ ഡ്രൈവിംഗിൽ അത് സ്പീഡ് എന്നുള്ള നിലയിൽ അത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ പിന്നുകൾ, അതായത് ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന സ്ഥലം ഏതാണ്ട്, അതായത് എവിടെയാണ്, വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഈ ഹെയർ പിന്ന് തുടങ്ങുന്നത് ഏതാണ്ട് 64 കിലോമീറ്റർ ആണ്. ഈ 64 കിലോമീറ്റർ ഇവരിങ്ങനെ ചുറ്റി പോകും. അതിനകത്ത് 40ഓളം ഇതുപോലുള്ള വളവുകളുണ്ട്, അത് ഭയങ്കരമായ വളവുകളുണ്ട്. ഇതിങ്ങനെ ചുറ്റി 64 കിലോമീറ്റർ അവർ പോകണം. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ ഈ ഇത്തിരി പരിചയസമ്പന്നരായ, അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഓട്ടിച്ച് ശീലമുള്ള ആൾക്കാരെ വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. ഈ 20-22 വയസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവേശം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ എന്താണ് ഈ ഒക്കെ ഓട്ടിച്ചുകൊണ്ട് പോകുന്നത്, ഇതൊക്കെ ഈ പ്രായം ചീറി പാഞ്ഞു പോകും. അവർ വണ്ടി ബൈക്ക് ഓട്ടിക്കുന്ന ആയിക്കോട്ടെ, അവർ എന്ത് ഓട്ടിച്ചാലും അവർക്ക് ഒരു ആവേശമാണ് ഫ്രണ്ടിലേക്ക് പോകണം എന്നുള്ളത്. തീരുന്ന ഒരു 10-30 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ ആവേശം മാറും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ഈ പറയുന്ന ഈ 18, 25 ഈ വയസ്സിനകത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ സംഭവിക്കാറുള്ളത്. കാരണം ഇവർക്ക് ബൈക്ക് കിട്ടുന്നവർ എടുത്തോണ്ടൊരു പോക്കാണ്. യുവമാർ തന്നെ ഒരു 10-35 വയസ്സാകുമ്പോൾ അവർ ഓടിക്കണം, വളരെ കെയർഫുൾ ആയിട്ട് ഓടിക്കണം. എന്നിട്ട് ആവേശം തീരും. പണ്ടത്തെ ആ ചെറുപ്പത്തിലുള്ള ഒരു ആവേശമുണ്ട്, അത് തീർന്നു എന്നുള്ളത്. അത് ആരുടെയും കുറ്റമല്ല, അത് ആ പ്രായത്തിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു 10-64 കിലോമീറ്റർ ഇത്രയും ഹെയർപിന്നുള്ള ഇതുപോലുള്ള ഒരു ചുരത്തിൽ നമ്മൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ അതിൽ ഓട്ടിക്കുന്ന ഡ്രൈവർ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അതിനകത്ത് പോകുന്നവർക്കാണ് എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇതിപ്പോൾ സംഭവിച്ചു ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടെയാണ് പോകുന്നത്, ആരാണ് ഡ്രൈവർ, അവൻ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അവൻ അവിടെ ഓട്ടിച്ച് പരിചയമുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ പറയാൻ കാരണം മറ്റൊരു വാർത്തയും കൂടി വെക്കാം. വാഹനം പതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ ഒരു പക്ഷേ ഈ ഡ്രൈവർ അത്ര പരിചയസമ്പന്നനാണ് എന്ന് തോന്നുന്നില്ല. കേട്ടറിഞ്ഞിടത്തോളം ആ ചെറുപ്പക്കാരന് 22-23 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വഴി വാഹനം ഓടിക്കുന്ന ആളുകൾ പറയുന്നത് നല്ല പരിചയമുള്ളവർക്ക് മാത്രം എന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു വരുന്ന ആ ട്രാവലറിന് ഈ വളവിൻ്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ചാണ് അതിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും അത് ഈ വളവ് തിരിയുന്നത് മനസ്സിലായോ. വളരെ പരിചയസമ്പന്ന, കാരണം 22 വയസ്സിന് അതിനുള്ള പരിചയം കാണത്തുള്ളൂ. എത്രയൊക്കെ നമ്മൾ പരിചയസമ്പന്ന, 22 വയസ്സിന്റെ പരിചയമേ കാണത്തുള്ളൂ എന്നുള്ളത്. ഈ ഒരു സംഭവം കണ്ടാൽ മനസ്സിലായി. നിങ്ങൾ ആ വീട് കണ്ടോ, ആ ഒരു വളവ് കണ്ടായിരുന്നു. ആ വളവ് അവിടെ നിന്ന് അത് ഇറക്കമാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു, അത് സ്പീഡ് കുറച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ വഴി തെറ്റി. അതായത് ഈ വളവില് ബ്രേക്ക് പിടിച്ച് കിട്ടാതെ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, അപ്പുറത്ത് ആ കാണുന്ന ഗേറ്റിൽ ആ ഒരു സ്ഥലത്ത് ഇടിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് എന്നുള്ളതാണ്. ആ ഒരു ബാരിയറിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അത് ഇടിച്ച് അപ്പുറത്ത് പോയി എന്നുള്ളതാണ്. ഇടയിൽ അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറത്തേക്ക് പതിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് പതിച്ച ഈ വാഹനം ഈ വഴിയിലൂടെ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ, അപ്പൊ മനസ്സിലായോ. അവിടെ നിന്ന് നമ്മൾ പതുക്കെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു അപകടം സംഭവിക്കും. അവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഓടിക്കുന്നവർ ഒരു പരിചയസമ്പന്നരായ ഡ്രൈവർക്കാണെങ്കിൽ അവർക്ക് അറിയാം എത്ര സ്പീഡിൽ നമുക്ക് വരണം, എത്ര ചവിട്ടിയാൽ കിട്ടുമോ എന്നൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. ഈ പറയുന്ന പ്രായത്തിൻ്റെതായ ആവശ്യം ഉണ്ടാവുമ്പോൾ മുമ്പ് ഓടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ 1-2 പോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളിത് പറയുന്നു, ചിലപ്പോൾ ആ സമയത്ത് മറ്റേതെങ്കിലും വാഹനം വന്നപ്പോൾ ഈ പുള്ളി പറഞ്ഞ പോലെ വാഹനം വന്നപ്പോൾ വെട്ടി തിരിച്ചതാണോ അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാത്തതാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇനി മറ്റേതെങ്കിലും വാഹനം വന്നതായിക്കോട്ടെ, ബ്രേക്ക് കിട്ടാത്തതായിക്കോട്ടെ, എങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന വിനോദയാത്രയ്ക്കൊക്കെ പോകും. ഇതുപോലെ 10-40 വളവുകളും തിരിവുകളുമുള്ള ഹെയർപിന്നൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഫാമിലിയായിട്ട്, നമ്മുടെ മക്കളുമായിട്ട്, നമ്മുടെ ഭർത്താക്കൾ, നമ്മുടെ കുടുംബവുമായിട്ട് പോകുമ്പോൾ അതാരാണ് ഓടിക്കുന്നത്?
ഇവൻ എത്ര പ്രായമുണ്ട്, ഇവൻ ഓട്ടിച്ചു വരും. നമുക്ക് പൊതുവെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുന്നു, ഒരാളെ വിളിച്ച് ബുക്ക് ചെയ്യും, അയാളെ അടുത്ത് ടൂർ പോകണം, വണ്ടി ഉണ്ട്, ആ വണ്ടി ഉണ്ട്, ഇത്ര രൂപ. പക്ഷെ അതിന് ആര് ഓട്ടിക്കുന്നു അവർ പറയാറുണ്ടോ? ആര് ഓട്ടിക്കണമെന്ന് പറയില്ല. അതും അവർ അവസാന നിമിഷമായിരിക്കും ചിലപ്പം പിന്നെ തീരുമാനിക്കുന്നത് തന്നെ. ആരാണ് ഇതിൽ ഡ്രൈവർ? ചിലപ്പോൾ മറ്റൊരു ഡ്രൈവറെ പിന്നീട് അവിടെ നാളെ ഇന്നടുത്ത് കന്യാകുമാരി ഓട്ടോ നീ പോകണമെന്ന് പറയും. അപ്പോൾ അവ അടിച്ച് ബിറ്റായി കിടക്കുമ്പോൾ അവസാന നിമിഷം ആരെങ്കിലും കൊണ്ട് അവിടെ ആളൊന്നിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവസാന നിമിഷം ഒരു റെസ്റ്റും ഇല്ലാതിരിക്കുന്നവർ ഞാൻ ഓട്ടിക്കാന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവന് ഉറക്കക്ഷീണം ഇങ്ങനെ കഴിഞ്ഞോട്ടം ഓടിയ ഉറക്കക്ഷീണം. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തുറസായ അല്ലെങ്കിൽ ഈ പറയുന്ന തുറസായ നമ്മുടെ സ്ഥലങ്ങളിലാണെങ്കിൽ ഹെയർ പിന്നൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ ശരി ഓക്കെ എന്ന് പറയാം. ഇത് കണ്ണ് തെറ്റി ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടു, അതൊരുമാതിരി ആക്രി പോലെ എന്നുവെച്ചാൽ പൊട്ടി പകർന്ന് നാനാവിശേഷമായി ഇല്ലേ. അതിനകത്ത് ഇപ്പൊ തന്നെ ആ ഡ്രൈവർ വളരെ എന്താണ് ഒരു കൊച്ചിന് മാത്രമാണ് എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള ഒരു 100% ആ കൊച്ചിന് രക്ഷപ്പെടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ബാക്കി അറിയുന്നവർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത്രയ്ക്ക് ഹൈറ്റിൽ നിന്നാണ്, ഏതാണ്ട് 500 അടി ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വീണത്. ഈ പറയുന്ന ആരാണ്? അധ്യാപകരുണ്ട്, അവരുടെ പിന്നെ ഫാമിലീസ് ഉണ്ട്, അവരുടെ കുട്ടികളുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു തീരാ ദുഃഖമാണ്. ഇനിയിപ്പം നഷ്ടപ്പെട്ടത് എത്ര കുടുംബമാണ് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതെന്ന് ഓർക്കണം. ആർക്കൊക്കെയാണ് അമ്മമാര്, വാപ്പമാര്, ഉമ്മമാര്, മക്കൾ നഷ്ടപ്പെട്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളും കൂടി ഒന്ന് അന്വേഷിക്കുക, ആരാണ് ഓട്ടിക്കുന്നത്, ഇവന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അവന്റെ വയസ്സെത്ര, ഇവൻ അവിടെ ഓട്ടിച്ച് പരിചയമുണ്ടോ എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ സമയത്ത് ഈ പറയുന്ന ഞാൻ പോലും ചിലപ്പോൾ അന്വേഷിക്കാറില്ലായിരിക്കും. എങ്കിലും ഇത് മനസ്സിലിരിക്കുന്നു നല്ലതാണ്. നമുക്ക് എടുക്കണം.